അപ്പം നമുക്കിന്ന് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. ഞാനിന്ന് പേപ്പറിലാണ് കാണിക്കുന്നത്, തുണിയിലല്ല. പേപ്പറിൽ നമ്മൾ ഒരു പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ ഫോൾഡഡ് ഏരിയയും കാണും, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫോൾഡഡ് ഏരിയയിലേക്ക് ആ പോർഷനിലേക്ക്, അതിൻ്റെ മേൽ പോർഷനിലേക്ക് ഒരു ക്രോസ് ലൈൻ വരയ്ക്കുക. ഇനി ഈ ക്രോസ് ലൈനിൻ്റെ പകുതി കണ്ടുപിടിക്കുക. അപ്പോൾ 9 ഇഞ്ചാണ് നമ്മുടെ ക്രോസ് ലൈനിൻ്റെ അളവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ അളവിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. പകുതി നമ്മൾ എത്രയാണ് വരുന്നത്, അതിൻ്റെ പകുതി ഒന്ന് ടേപ്പ് ഒന്ന് മടക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കൃത്യം അളവ് കണക്കാക്കാൻ അറിയാത്തവർക്ക് എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ 4.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ 4.5യുടെയും പകുതി കണ്ടുപിടിക്കുക. അപ്പം 4.5യുടെ പകുതി എത്രയാണ്, 2.25. അപ്പോൾ ഈ 2.25 ഈ പകുതി കണ്ടുപിടിച്ച 2 പോർഷനിലും ഈ 2.25 മാർക്ക് ചെയ്യുക. അവിടെയും മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ആ പൊക്കം കൂടിയ ആ പോർഷനിൽ മുകളിലോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിൽ താഴോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. സെൻറ്റർ കണ്ടുപിടിക്കുക, സെൻറ്റർ കണ്ടുപിടിച്ച ബാക്കി പോർഷനിലെയും സെൻറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ താഴോട്ടും മുകളിലോട്ടും 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലത്തെ പോർഷനിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു കർവ് പോലെ വരച്ച് താഴത്തെ പോർഷനിൽ മാർക്ക് ചെയ്ത 1/2 ഇഞ്ചിലൂടെ കടത്തി വരയ്ക്കുക. നമ്മുടെ സ്ലീവ് കറക്റ്റിന് നമുക്ക് വരച്ചെടുക്കാൻ സാധിച്ചു. എളുപ്പമെന്നാണ് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ 3.5 ഇഞ്ച് എന്നുള്ളത് നമുക്ക് ഒരു കറക്റ്റ് അളവായിട്ട് കണക്കാക്കണ്ട. പക്ഷേ കട്ട് ചെയ്യാൻ അറിയാത്തവർ കൂടുതൽ അങ്ങോട്ട് തല പുകയ്ക്കേണ്ട. നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ വെറും ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഒരുപാട് വണ്ണമുള്ളവർക്കൊക്കെ ആകുമ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4/1 8/1 കണ്ടുപിടിച്ച് ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവിടെ എങ്ങനെയാണ് നമ്മുടെ ഈ താഴോട്ട് മാർക്ക് ചെയ്യുന്ന അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാത്തവർ കൃത്യം 3.5 ഇഞ്ചിന് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ കൈക്കുഴി കുഴിച്ച് വെട്ടുന്നത് ഞാൻ തുണിക്ക് ആദ്യത്തിന് മുമ്പ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പേപ്പറിൽ വെട്ടിയതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന പോർഷനിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ തുണി, നമ്മളിപ്പോൾ പേപ്പറാണ്, ആ തുണി കൃത്യം ആ 1 ഇഞ്ചിൻ്റെ സൈഡിലേക്ക് നീക്കി വെക്കുക മടക്കുമ്പോൾ. അപ്പം നമ്മുടെ സെൻറ്റർ പോർഷൻ എവിടെയാണ് കറക്റ്റ് വരുന്നതെന്നുള്ള ആ മാർക്ക് അതിനകത്തുണ്ട്. പേപ്പർ മടക്കി വെച്ചേക്കുന്നതിന് ആ പേപ്പർ മാർക്കുണ്ട്. അപ്പോൾ ആ പോർഷൻ വരെ നമ്മൾ എക്സ്ട്രാ കിടക്കുന്നത് കൃത്യം 1/2 ഇഞ്ചിന് കട്ട് ചെയ്ത് കളയുക. വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നമുക്ക് കുഴിച്ച് വെട്ടാനും സാധിക്കും. അപ്പോൾ അത് ഫ്രണ്ടിൽ ഒരിക്കലും തിരിഞ്ഞു പോകല്ല. ബാക്ക് സൈഡിലെ തുണി ചില ഡിസൈനിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ സാധിക്കൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് കൈ വെട്ടിയെടുക്കാൻ സാധിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്